എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഒരുപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട്. ഒരു വിദേശ താരം, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്വന്തം കോടിപതി മിച്ചൽ സ്റ്റാർക്ക്. നമുക്കറിയാം, ഏതാണ്ട് 9 വർഷത്തോളം IPL നിന്നും ഇടവേള എടുത്തതിന് ശേഷം ഇത്തവണ IPL താരലേലത്തിലേക്ക് കഴിഞ്ഞ ലോകകപ്പിലെ മിന്നും പ്രകടനത്തോടു കൂടി മടങ്ങിയെത്തിയ സ്റ്റാർക്കിനെ കാത്ത് ശരിക്കും ഒരു കോടികളുടെ ബിസിനസ് തന്നെ. 24 കോടി, IPL ചരിത്രത്തിലെ ഉയർന്ന തുകയായ 24 കോടി രൂപയ്ക്കായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയയുടെ ലോക ചാമ്പ്യനെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ IPL 2024 ആദ്യ 2 പോരാട്ടങ്ങൾ കഴിയുമ്പോഴും ശരിക്കും വളരെ നിസ്സഹായനായി ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന മിച്ചൽ സ്റ്റാർക്കിനെയാണ് നമ്മൾ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 കൊൽക്കത്തയുടെ മത്സരങ്ങളിലും ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ഒരു ബോളർ എന്ന അധിക്ഷേപം കൂടി ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കിനെ തേടിയെത്തിയിട്ടുണ്ട്. SRHനെതിരെ സീസൺ ഓപ്പണിംഗ് മാച്ചിൽ 4 ഓവർ എറിഞ്ഞപ്പോൾ 13 എക്കോണമിയിൽ 53 റൺസ് വഴങ്ങി, വിക്കറ്റൊന്നും നേടിയിട്ടില്ല. ഇന്നലെ നടന്ന പോരാട്ടത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റാണ്. ഒരു കാലത്ത് T20 ഏറ്റവും മികച്ച ബോളറായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. കഴിഞ്ഞ ദിവസം RCBക്കെതിരെ നടന്ന പോരാട്ടത്തിൽ 4 ഓവർ പന്തെറിഞ്ഞു, 11 എക്കോണമി, 47 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. ശരിക്കും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ വിക്കറ്റ് പോലും അദ്ദേഹത്തിന് KKR ജേഴ്സിയിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. 2 മത്സരങ്ങളിൽ നിന്ന് 8 ഓവർ ബൗൾ ചെയ്തപ്പോൾ 100 റൺസാണ് താരം ഇതുവരെ KKRൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ട് റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളത്. എക്കോണമിയിൽ വളരെയധികം മോശമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച T20 ഫാസ്റ്റ് ബൗളറായിരുന്നു മിച്ചൽ സ്റ്റാർക്കിന്. ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഓരോ ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ച് വളരെ ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫോം കണ്ടുകൊണ്ട് തന്നെയായിരിക്കും KKR 24 കോടി രൂപയ്ക്ക് ഒന്നും നോക്കാതെ താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. അതും ഗുജറാത്ത് ടൈറ്റൻസിനെ പോലെ വമ്പൻ ഫ്രാഞ്ചൈസിയെ ലേലത്തിൽ പിന്തള്ളിക്കൊണ്ടായിരുന്നു സ്റ്റാർക്കിനെ അവർ കോടികൾ മുടക്കി കൂടാരത്തിലേക്ക് എത്തിച്ചത്. സോ KKR ഈ ഒരു നിസ്സഹായാവസ്ഥ കാണുമ്പോൾ ശരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന് ഇപ്പോൾ വളരെയധികം സന്തോഷം തന്നെയായിരിക്കും. കാരണം ആ ഒരു ലേലത്തിൽ ഒരുപക്ഷെ ഗുജറാത്ത് അന്ന് KKRനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട്, കാരണം KKRനെക്കാട്ടി ബാലൻസ് പേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഗുജറാത്തിന്, ഒരുപക്ഷെ അന്ന് KKRനെ ഓവർടേക്ക് ചെയ്ത് ഗുജറാത്ത് ഈ ഒരു താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ നമുക്കറിയാം. ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ ഗുജറാത്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ 2ാം മത്സരത്തിൽ ചെന്നൈക്കെതിരെ അവർ തോറ്റിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്റ്റാർക്കും കൂടി അവരുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ റെക്കോർഡ് തോൽവി തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും GTക്ക് നേരിടേണ്ടി വന്നേനെ. പക്ഷെ നമുക്ക് കാത്തിരിക്കാം. മിച്ചൽ സ്റ്റാർക്കാണ്, ഇനിയും അദ്ദേഹത്തിന് അവസരമുണ്ട്, തിരിച്ചു വരാൻ ഒരുപാട് അവസരങ്ങളുണ്ട് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയയുടെ ലോക ചാമ്പ്യന്.